ഹലോ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ സാമ്രാജ്യമായ കിച്ചണിലാണ്. എല്ലാവരും എൻ്റെ കിച്ചണിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിൻ്റെ തിളച്ച് മറിയുന്ന ആരാണെന്നറിയോ? ഗ്രീൻ ചിക്കൻ, കാന്താരി ചിക്കൻ എന്ന് പറയാൻ പറ്റത്തില്ലെന്ന് വെച്ചാൽ കാന്താരി മുളക് ചേർത്തിട്ടില്ല. പച്ചമുളകായാലും കുറച്ച് എരിവേ ചേർത്തിട്ടുള്ളൂ. പക്ഷേ സൂപ്പർ 8 പച്ചമുളകൊക്കെ ചേർത്ത് ഇതിലൂടെ എരിവൊക്കെ കിട്ടും. ഇത് പക്ഷേ ചപ്പാത്തി, ഇടിയപ്പം, പുട്ട്, പുട്ടിനൊക്കെ സൂപ്പറാണ്. നല്ല ചാറുണ്ടല്ലോ ഇതിന്. പിന്നെ പൊറോട്ട, പത്തിരി, ഇതിനൊക്കെ കഴിക്കാം. ഇതിൻ്റെ കൂടെ ഞങ്ങൾക്ക് കഴിക്കാനുണ്ടാക്കിയത് ചപ്പാത്തിയാണ്. അതിൻ്റെ തുറന്ന് കാണിച്ചു തരാം. ഉണ്ടോ ചപ്പാത്തി? ചപ്പാത്തിയൊക്കെ ചുറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രീൻ ചിക്കൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. ഇത്തിരി ലെന്ത് കൂടുതലുണ്ട്, അപ്പോൾ അതാണ് ഞാൻ ഇടാത്തത്. ഇത്തിരി ഇട്ടാലും ആരും കാണാനില്ല. പിന്നെ ലെന്ത് കൂടുതലുള്ള വീഡിയോ ഇട്ടാൽ പിന്നെ ആര് കാണാൻ? പിന്നെ ഞാൻ കരുതി നിങ്ങളാരും കണ്ടില്ലെങ്കിലും ഞാൻ മറന്നു പോകത്തില്ലേ. അപ്പം അതുകൊണ്ടൊരു ഈ റെസിപ്പി മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ യൂട്യൂബിൽ ഇട്ട് വയ്ക്കാമെന്ന് കരുതുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇതിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങളാരും കാണാനല്ല, എനിക്ക് കാണാൻ പ്രേക്ഷകർ കുറവാണ്. അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കണ്ട് സംതൃപ്തി അടയാലോ. ഞാനിങ്ങനെ ചിക്കൻ കറി വെച്ചിരുന്നു, ഇങ്ങനെ ചിക്കൻ കറി വയ്ക്കാം, ഇത് നാളെ എനിക്ക് കാണാമല്ലോ. മറവി മനുഷ്യനുള്ളതാണല്ലോ, എല്ലാവർക്കും ഉണ്ടല്ലോ മറവികൾ. അപ്പം മറക്കാതിരിക്കാൻ വേണ്ടി, മറവിയാണ് ഏറ്റവും നല്ല ആയുധം. മനുഷ്യന് മറവി ഇല്ലായിരുന്നെങ്കിൽ മനുഷ്യൻ ജീവിച്ചു പോകില്ലല്ലോ. ചിലതൊക്കെ നമ്മൾ മറന്നില്ലെങ്കിലും നമ്മൾ മറന്നതായിട്ട് ഭാവിച്ചങ്ങ് ജീവിക്കും. അങ്ങനെയാണ്. ഇപ്പം നിങ്ങളെയായിരിക്കും ഇവിടെ എവിടെ നിന്ന് ഈ സാഹിത്യം പറയാൻ വന്നതെന്ന്. എനിക്ക് നിങ്ങളോട് സാഹിത്യം പറയണമെന്ന് തോന്നി, അത് എന്നോട് തന്നെ സാഹിത്യം പറയണമെന്ന് തോന്നി. നാളെ എനിക്ക് വിഷമങ്ങൾ വരുമ്പോൾ ഞാനിത് തന്നെ ഒന്ന് റിപ്പീറ്റ് വീഡിയോ കാണുമ്പം എനിക്കും മനസ്സമാധാനം ഉണ്ടാവുമല്ലോ. എന്നെ തന്നെ ഒന്ന് നോട്ടിഫിക്കേഷൻ കൊടുത്ത് എന്നെ തന്നെ ഒന്ന് ഉയർത്തിയെടുക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. പിന്നെ വേറെന്താ, അതുപോലെ ബിഗ് ബോസിലെ ആര് വിന്നറായാലും ഇപ്രാവശ്യം, മറ്റേത് ഓരോ ഇതിനകത്തും വരുമ്പോൾ ഞാൻ നോക്കിയിരിക്കും ഇന്നാളെന്ന് പറയും. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഒന്നും പറയുന്നില്ല, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, അതുകൊണ്ട് പറയാൻ പറ്റത്തില്ല. അതിലെ ആര് വിന്നറായാലും, അനിമോളായാലും, അനീഷ് ആയാലും, നമ്മുടെ ഷാനവാസ് ആയാലും, അക്ബർ ആയാലും, ആരായാലും, നെവീനായാലും, ആരായാലും അവർക്കെല്ലാം ഇപ്പോഴേ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പിന്നെ ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് സത്യം പറഞ്ഞാൽ വീട്ടിൽ വയ്ക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുപോലുള്ള സൗണ്ടായിരുന്നു. വഴക്ക് വെളിയിലുള്ള ആൾക്കാർ കേട്ടോണ്ട് വരുവാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വഴക്ക് കിടക്കുകയാണ്. അതുപോലെ വഴക്കായിരുന്നു. ഇനിയെങ്കിലും അങ്ങനെയുള്ളവരെയൊക്കെ ഒന്ന് നോക്കിയെടുക്കുക ബിഗ് ബോസേ. പിന്നെ അതുപോലെ ഇതൊക്കെ തുടങ്ങുമ്പോഴേ ബിഗ് ബോസ് പറയുക നിർത്തുക എന്ന് പറയും. ഇതെല്ലാം കഴിഞ്ഞിട്ട് പറയും ഇവിടെ വന്ന് വെളിയിലത്തെ കാര്യങ്ങളൊന്നും പറയരുത് എന്ന്. അങ്ങനെ ഒന്നും പറയല്ലേ. പക്ഷേ ഇപ്രാവശ്യം കാണാത്തതുകൊണ്ട് എനിക്ക് നല്ല മനസ്സിന് സമാധാനമുണ്ട്. ഞാൻ കണ്ടായിരുന്നെങ്കിൽ എനിക്ക് അറ്റാക്ക് വന്നേനെ. അതുപോലുള്ള ബിഗ് ബോസ് ആണെന്നാണ് ഓരോരുത്തരും പറയുന്ന കേട്ടിട്ട്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ. അയ്യോ, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഹെൽത്ത് നോക്കണം. എല്ലാവരും നല്ല ഇതായിട്ടിരിക്കുക. നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്ന എന്തൊക്കെയാണോ അതൊക്കെ കാണുക. അതിൻ്റെ കൂടെ എൻ്റെ ഈ വീഡിയോയും കാണുക. എൻ്റെ വീഡിയോസ് എന്തെങ്കിലും ഇടുന്നതൊക്കെ നിങ്ങളൊന്ന് ഫുഡൊക്കെ ഉള്ളത് ചെയ്ത് നോക്കുക, എന്നിട്ട് അതിൻ്റെ പറയുക. എനിക്കിപ്പം ഒരാളും കൂടെ ആയാൽ 100 ആവും. ഈ 100 ആൾക്കാർ എൻ്റെ വീഡിയോ കൃത്യമായിട്ട് കണ്ടാൽ ഞാൻ കയറിപ്പോവും. എനിക്കിപ്പം വീഡിയോയിൽ നിങ്ങളിങ്ങനെ ഇത് കയറിയിട്ട് എനിക്ക് യൂട്യൂബിൽ നിന്നുള്ള ഇൻകത്തിന് വേണ്ടിയല്ല. എനിക്കിപ്പോൾ ആൾക്കാർ വീഡിയോ കാണുമ്പോഴാണ് എനിക്ക് വീഡിയോ ഇടാനുള്ളൊരു ആവേശവും ഒരു സന്തോഷവും ഒക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ എന്നെ അംഗമാക്കണം, കൂട്ടണം. എന്നെ പലയിടത്തുനിന്നും പലരും പിന്തള്ളിയ ആളാണ്. അപ്പം നിങ്ങളൊരിക്കലും പിന്തള്ളരുത്. എന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. നിങ്ങളെന്നും എൻ്റെ കൂടെ ഉണ്ട്. അതുപോലെ നിങ്ങളും നിങ്ങളുടെ കൂടെ എന്നെയും കൂടെ നിർത്തണം. പിന്നെ ചില കമൻറ്റുകൾ ചിലരുടെ വീഡിയോയിലൊക്കെ വരും. എൻ്റെനകത്ത് ആരും അങ്ങനെ കമൻറ്റ് ഇടുന്നില്ല. അതിനകത്ത് ചിലർ പറയും അയ്യോ എൻ്റെ കുഞ്ഞു പിള്ളേരുടെ കാണുമ്പോൾ അയ്യോ ആ കുഞ്ഞിനെ കാണാൻ കൊതിയാവുന്നു, അങ്ങനെ ചെയ്യാൻ കൊതിയാവുന്നു, ഇങ്ങനെ ചെയ്യാൻ കൊതിയാവുന്നു. നമ്മുടെ വീട്ടിലുള്ള മക്കളെയും നമ്മൾ സ്നേഹിക്കുക. കമൻറ്റ് ഇടണ്ടെന്നല്ല, കമൻറ്റ് ഇടുക.
പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുക, നമ്മൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കുക, നമ്മുടെ വൈഫുണ്ടോ, നമ്മുടെ അമ്മയുണ്ടോ, സഹോദരനുണ്ടോ, സഹോദരിയുണ്ടോ, അവരെയും സ്നേഹിക്കുക. ഈ കമൻറ്റുകൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ദൈവമേ ഇതുപോലുള്ള ചേട്ടനെ കിട്ടിയെങ്കിൽ, ഇതുപോലുള്ള പെണ്ണിനെ കിട്ടിയെങ്കിൽ. രണ്ട് കൂട്ടരുമുണ്ട്. നമ്മൾ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്നവരെയും നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക. അവർ മാത്രമേ നമ്മുടെ കൂടെ എന്നും ഉണ്ടാവുള്ളൂ. പിന്നെ നിങ്ങളിതുപോലെ നിങ്ങൾക്ക് വിനോദമായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഒന്ന് ഹാപ്പി ആവാൻ എന്തെങ്കിലുമൊക്കെ ഉള്ള വീഡിയോകൾ കാണുന്ന പോലെ എൻ്റെയും വീഡിയോകൾ കാണുക. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.